അങ്ങനെ സച്ചി കുറേ പറഞ്ഞതിന് ശേഷം സച്ചി പറയും, ഞാനിത് എന്തായാലേ അമ്മേനെ കാണിച്ചു കൊടുക്കാൻ പോവാ, നിന്റെ തനി സ്വഭാവം എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവട്ടെ എന്ന് തന്നെ പറയും. അപ്പോൾ ശ്രുതി പറയും, അയ്യോ എനിക്ക് അമ്മേനെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ എന്ന് തന്നെ പറയും കേട്ടോ. അപ്പോൾ ശ്രുതി പറയും, ഈ സച്ചി കാണിച്ചു കൊടുക്കരുത്, ഞങ്ങൾ അമ്മയുടെ പേര് തന്നെ ഇട്ടോളാം. അത് ശ്രുതി ഒന്നും ആലോചിക്കാണ്ട് പെട്ടെന്ന് എന്തോ പറഞ്ഞു പോയത്, അല്ലാണ്ട് അമ്മോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അമ്മയുടെ പേര് തന്നെ ഞങ്ങൾ ഇടും എന്നൊക്കെ തന്നെ പറയാം കേട്ടോ. അപ്പോൾ സച്ചി പറയും, എടാ ഈ പാർലറടുത്ത് ഉള്ള വിവേകം പോലും നിനക്കില്ലല്ലോടാ എന്നൊക്കെ തന്നെ പറയും. അങ്ങനെ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ രാത്രി സമയത്ത് കാറിലിരുന്ന് സച്ചി കണക്ക് എഴുതുകയാണ്. അപ്പോൾ അവിടേക്ക് രേവതി വരും. എന്നിട്ട് രേവതി പറയും, എനിക്കൊരു നോട്ട്ബുക്ക് വാങ്ങണം എന്ന് പറയും. ഓ, നീ ഇപ്പോൾ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ, അപ്പോൾ അതിൻ്റെ കണക്ക് എഴുതാനാവൂലേ എന്ന് ചോദിക്കും. അതിനു വേണ്ടിയിട്ടൊന്നുമല്ല, പിന്നെന്താ ചോദിക്കുമ്പോൾ, അല്ല നിങ്ങളെ പറ്റിയിട്ട് പഠിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് പറയും. എന്തോ എന്നെ പറ്റി പഠിച്ചെഴുതാനുള്ളത് എന്ന് ചോദിക്കും. അല്ല ഞാൻ വിചാരിക്കും നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാളാണ്, അപ്പോൾ നിങ്ങൾ വേറൊരു ടൈപ്പ് ആളാവും, അപ്പോൾ അങ്ങനെയുള്ള ആളാവും എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വേറൊരാളാവും എന്നൊക്കെ പറയും. നീ എന്തേ പറയണേ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് സുധിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അമ്മയുടെ പേരിടണം എന്ന് പറഞ്ഞിട്ട് തറപ്പിച്ച് പറഞ്ഞൂലേ, എന്നിട്ട് അവരത് സമ്മതിക്കും ചെയ്തൂലേ എന്നൊക്കെ പറയും. ഓ, അപ്പോൾ നീ അതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ടൂലേ എന്നങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കും, നിങ്ങളും അമ്മയും തമ്മിൽ മിണ്ടാറില്ല, പക്ഷെ നിങ്ങൾക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ തിരിച്ച് അമ്മയ്ക്ക് നിങ്ങളതിനെ ഒരു ഇഷ്ടമില്ല, നിങ്ങളിവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം എന്നുള്ളൊരു മൈൻഡാണ് അമ്മയ്ക്ക്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? പണ്ട് നിങ്ങൾ ജനിച്ച സമയത്തും നിങ്ങൾ അമ്മയുടെ അടുത്ത് കിടന്നുറങ്ങുകയും അമ്മയുടെ തണലിൽ ജീവിക്കുകയൊക്കെ ചെയ്ത ആൾ തന്നെയല്ലേ, പിന്നെ എന്താ പെട്ടെന്ന് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ സച്ചിക്ക് ആകെ ഒരു പേടിയും ടെൻഷനൊക്കെ പോലെ വരും. അപ്പോൾ സച്ചി പറയും, അത് എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങും. എന്നിട്ട് സച്ചി പറയും, അല്ലെങ്കിൽ വേണ്ട ഒന്നുമില്ല, നീ പോയിട്ട് എനിക്ക് ചായ എടുത്തതെന്നൊക്കെ ഒന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതി പറയും, നിങ്ങളുടെ ഭാര്യയല്ലേ എന്നോട് പറയുന്നൊക്കെ പറയുമ്പോഴും സച്ചി കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.